അകത്തേക്ക് വന്നാട്ടെ. വന്നാട്ടെ. കുട്ടികൾ എത്തിയല്ലോ അല്ലേ? ഉവ്വ്. ഓരോന്നും സംഭവിക്കുന്നത് അതിൻ്റെതായ കാലം ഉദിക്കുമ്പോഴാണ്. വിവാഹം നടക്കുന്നതും തൊഴിൽ ലഭിക്കുന്നതും ഗൃഹം നിർമ്മിക്കുന്നതും സന്താനം ഉണ്ടാകുന്നതൊക്കെ അതിൻ്റെ കാലം ഉദിക്കുമ്പോഴാണ്. വീട്ടിൽ ഈ പ്രശ്നം വയ്ക്കുന്നതും പരിഹാരത്തിന് സമയം വന്നതുകൊണ്ടാണ്. പഴയതുപോലെ എന്തെങ്കിലും പ്രശ്നം? പ്രശ്നപ്രകാരം സന്താനഭാഗ്യം കുട്ടികൾക്കും ആയില്ല. ശരിയല്ലേ? എന്തെങ്കിലും പരിഹാരം ഉണ്ടല്ലോ. ധർമ്മദൈവസ്ഥാനത്തുള്ള ഒരു ക്ഷേത്രത്തിലെ ആശ്രയലോപം സന്താനലബ്ധിക്ക് തടസ്സമായി കാണുന്നു. പോരെങ്കിൽ 7 കുജനും ശനിയും രവിയോട് ചേർന്ന് നിൽക്കുന്നു. കുജവന്ത യോഗം. സ്വരച്ചേർത്തില്ലാമയുണ്ട് അല്ലേ? തിരുമേനി, അതിന് ആ ക്ഷേത്രത്തിൽ കുടുംബസമേതം ദർശനം നടത്തുക. മകൻ അവിടെ ശയനപ്രദക്ഷിണം ചെയ്യുക. സകല സങ്കടങ്ങൾക്കും പരിഹാരമാകും. എന്താ, പറ്റില്ലാന്നുണ്ടോ? തിരുമേനി, ഈ ക്ഷേത്രം ഏതാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ അറിവുണ്ടോ? ഓർമ്മ വരുന്നില്ല. എന്നാൽ അങ്ങനെയൊന്നുണ്ട്. തെക്ക് കിഴക്ക് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ 3 ജലാശയങ്ങളും 7 കൃഷിയിടങ്ങളും 4 മഹാക്ഷേത്രങ്ങളും കഴിഞ്ഞാൽ ഒരു നദീതീരത്തെത്താം. അവിടെ നിന്നും 1 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ ഒരു മലയോരത്തെത്താം. പിന്നീട് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മല കയറിക്കോളുക. ക്ഷേത്രത്തിലെത്തും. ഒരു കാര്യം പ്രത്യേക ഓർമ്മയിൽ വയ്ക്കുക. യാത്രയിലുടനീളം സർവർക്കും മനസ്സിൽ ഭക്തി മാത്രമേ പാടുള്ളൂ. ഈശ്വര, എന്തൊക്കെയാ ഗൗരി ഇത്? നന്ദ, പ്ലീസ്, ഇത് അമേരിക്ക അല്ല. ഞാൻ ജനിച്ചു വളർന്ന നമ്മുടെ നാടാണ്. ഇവിടെ ചില ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെയുണ്ട്. അമേരിക്കയിൽ വളർന്ന നിനക്ക് ഒരുപക്ഷെ ഇതൊന്നും മനസ്സിലാവില്ല. എന്നുവെച്ചാ ആ വയസ്സൻ തിരുമേനി പറഞ്ഞത് അതുപോലെ ചെയ്യാൻ പോവാണെന്ന്. Don't be so silly, ഗൗരി. നന്ദ, ശയനപ്രദക്ഷിണം എന്ന് പറയുന്നത് നീ വിചാരിക്കുന്ന പോലെ അത്ര വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല. കഷ്ടപ്പാടുണ്ടോ ഇല്ലയോ എന്നല്ല, എന്തിന്? ഒരാൾ ഒരു ബിൽഡിങ്ങിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണെങ്കിൽ എന്ത് റിസൾട്ട് ഉണ്ടാവുമെന്നാ? വിദ്യാഭ്യാസ ലോകപരിചയമുള്ള ഗൗരി ഈ ഫൂളിഷ്നെസിനെ കൂട്ടു നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് ലോജിക്ക് അതിലുള്ളത്? സ്റ്റുപ്പിഡിറ്റി അല്ലാതെന്താ? നന്ദ, പതിയെ. അച്ഛനും അമ്മയും കേൾക്കണ്ട. നമ്മുടെ വിശ്വാസത്തേക്കാൾ അവരുടെ മനസ്സിന്റെ തൃപ്തി. വൈ ഷുഡ് വി ഹേർട്ട് ദി സെന്റിമെന്റ്സ്? ഗൗരി ഏത് ലോകത്തായി ജീവിക്കുന്നത്? ഒരു ജോത്സ്യനും അയാളുടെ ബ്ലാ 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 ടോക്കും. ദിസ് ഇസ് ടു മച്ച്. നന്ദ, പ്ലീസ്, നോ ആർഗ്യുമെന്റ്സ്. 5 വർഷമായില്ലേ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട്? ഒരു കുഞ്ഞ് വേണമെന്ന് എനിക്ക് നിനക്കും ആഗ്രഹമുണ്ട്. അമേരിക്കയിലെ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞില്ലേ നമുക്കൊരു കുഴപ്പമില്ലെന്ന്. പിന്നെ ഇവിടെയാ പ്രശ്നം. നന്ദ, ദേ നോക്ക്, ഇതിൽ ശരിയും തെറ്റും വേർതിരിക്കാനും ശാസ്ത്രീയത തെളിയിക്കാനും ഒന്നും നിൽക്കണ്ട. നമ്മുടെ അച്ഛനോ അമ്മയോ ഈ ജോത്സ്യനോ ഒന്നുമല്ല ഈ ശയനപ്രദക്ഷിണവും നേർച്ചകളും ഒക്കെ കണ്ടുപിടിച്ചത്. നമുക്ക് മുൻപ് ഒരുപാട് പേര് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നന്ദ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇതെല്ലാം നമുക്ക് വേണ്ടി മാത്രമാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം. ഗൗരി, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നാളെ കാലത്ത് നമ്മൾ പുറപ്പെടുന്നു. ഒരു നല്ല കുട്ടിയായി മുണ്ട് നേരിയതൊക്കെ കൊടുത്ത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് എൻ്റെ കൂടെ അങ്ങ് വന്നാൽ മതി. ജസ്റ്റ് ലൈക്ക് എ പിക്നിക്. ഓക്കെ? ഓക്കെ. എന്നാ ഇനി സമയം കളയാനില്ല. ഗൗരി ക്ഷേത്രക്കുളത്തിൽ പോയി കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ വഴിപാടുകളൊക്കെ എഴുതിച്ചിട്ട് വരാം. എന്നാ വേഗം പോയിട്ട് വരാം. എന്തിനെങ്ങനെ ധൃതി വെക്കുന്നേ? ദൈവം എങ്ങോട്ടും പോവില്ല. അയ്യോ മോളെ, ദൈവത്തിന് നേരെ വിരൽ ചൂണ്ടാൻ പാടില്ല, ദോഷമാണ്. ഈശ്വര ക്ഷമിക്കണേ മോളെ. നമുക്ക് പ്രദക്ഷിണം വെച്ചിട്ട് വരാം. വരാം. ഈശ്വര,
വിഘ്നേശ്വരായ നമഃ വിഘ്നേശ്വരായ നമഃ വിഘ്നേശ്വരായ ഓം വിഘ്നേശ്വരായ നമഃ വിഘ്നേശ്വരായ എഴുന്നേക്ക് മോനെ. പ്രാർത്ഥിച്ചോളൂ. ഇപ്പൊ നട തുറക്കും. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. ജയ ജഗദീശ ഈശ്വര, എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണേ ഭഗവാനെ. വിഘ്നേശ്വര ഓം വിഘ്നേശ്വരായ നമഃ ഓം വിഘ്നേശ്വരായ നമഃ വിഘ്നേശ്വരായ നമഃ വിഘ്നേശ്വരായ തവ തിഷ്ഠതി പൃഷ്ഠേ നന്ദ, എന്താ എന്ത് പറ്റി? എന്ത് പറ്റി? എന്ത് പറ്റി മോളെ? എന്താ വല്ലാതെ? എന്താ മോനെ? എന്താ ഗൗരി സംഭവിച്ചേ? മാധവേട്ടാ, എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് തോന്നുന്നു. ഭഗവാനെ, അന്ന് പുഴയിൽ ഉപേക്ഷിച്ചാതെ ഇന്നലെ ചെയ്തോരബദ്ധം ലോകർക്കിന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം.